ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് സമീപമുള്ള സൈനിക സംവിധാനങ്ങളെ ആക്രമിച്ച അമേരിക്ക. US യുദ്ധവിമാനങ്ങൾ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് സൂചന. ഭാരതത്തിന്റെ സഹകരണത്തോടെയാണ് ചബഹാർ തുറമുഖം വികസിപ്പിച്ചത്. ഐസൻ ജോസ് ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൻ, വിശദാംശങ്ങൾ. തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ ചബഹാർ തുറമുഖ പരിസരത്ത് ഒരു ആക്രമണം നടന്നു. അപ്പോൾ അതിനടുത്തുള്ള ഒരു കുന്നിൻ മുകളിലുള്ള സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു സാഹചര്യം ഈ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നത് നമുക്കറിയാവുന്നതാണ്. ഭാരതം ഈ ഹോർമൂസ് കടലിടുക്കിനെ സുരക്ഷിതമാക്കുന്നതിനുള്ള സഖ്യത്തിൻ്റെ ഭാഗമാകാനില്ല എന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. നമുക്ക് അറിയാവുന്നതാണ്, ചബഹാർ തുറമുഖം വികസിപ്പിച്ചത് ഭാരതവും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വിദേശത്ത് പോർട്ടുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു സഹകരണത്തിൻ്റെ ഭാഗമായാണ് ഇറാനിലെ ഈ പോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ തന്ത്രപ്രധാനമായ ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അത്തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ ഭാരതം നടത്തുകയും ഭാരതത്തിൻ്റെ ടെറിട്ടറിക്കപ്പുറത്ത്, അതിൻ്റെ സാങ്കേതിക ഭൂപ്രദേശത്തിനപ്പുറത്ത് വികസിക്കുക എന്നൊരു രീതിയുടെ ഭാഗമായാണ് ഈ തുറമുഖം വികസിപ്പിക്കുകയും ചെയ്തത്. ചബഹാർ തുറമുഖത്തിന് നേരെ ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായത് ഭാരതത്തിലേക്ക് വരുന്ന പല ചരക്കുകളെയും സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം എടുത്തു പറയേണ്ടത് ഹോർമൂസ് സഖ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോർമൂസിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു സഖ്യം രൂപീകരിക്കണം, 7 രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ച ട്രംപിൻ്റെ മറുപടിയായി ജർമ്മനിയും, അതായത് ആ 7 രാഷ്ട്രങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജർമ്മനിയും ബ്രിട്ടനും അതിന് തയ്യാറല്ല എന്ന് അറിയിക്കുകയും കൂടി ചെയ്തിരുന്നു. ഈ രണ്ട് സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഈ ചബഹാർ തുറമുഖത്തിന് നേരെ നടന്ന ആക്രമണത്തെ നിരീക്ഷിക്കപ്പെടേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ കാര്യമായൊരു സംഭവം, ചബഹാർ തുറമുഖത്തിന് പരിസരത്തുള്ള സൈനിക സംവിധാനങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. നേരിട്ട് ചബഹാർ തുറമുഖത്തെ ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും അത് നൽകുന്ന ചില സൂചനകളുണ്ട്. അത്തരം സൂചനകളെക്കുറിച്ച് ജാഗരൂകരായിരിക്കുക എന്നൊരു നിലപാടാണുള്ളത്. ഭാരതവും ഇറാനും ചേർന്ന് കൃത്യമായൊരു സൗഹൃദം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകാനുള്ള അനുമതി ലഭിക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങൾ, തുടർച്ചയായി കപ്പലുകൾ ഇപ്പോൾ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു സാഹചര്യം കൂടി ഭാരതവുമായി ഇറാൻ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം ആ പരിസരത്ത്, അതായത് ചബഹാർ തുറമുഖത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അതിന് തൊട്ടടുത്തുള്ള കുന്നിൻ മുകളിലുള്ള ഒരു സൈനിക സംവിധാനത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത് എന്നത് അതീവ ഗൗരവമുള്ള റിപ്പോർട്ടായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. ഐസൻ, ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് സമീപമുള്ള സൈനിക സംവിധാനങ്ങളെ ആക്രമിച്ച അമേരിക്ക. US യുദ്ധവിമാനങ്ങൾ ശക്തമായ ആക്രമണം നടത്തി എന്നാണ് സൂചന. ഭാരതത്തിൻ്റെ സഹകരണത്തോടെയാണ് ചബഹാർ തുറമുഖം വികസിപ്പിച്ചത്. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.